ഇനിയും നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്. Given two non-empty sets P and Q. The Cartesian product P cross Q is the set of all ordered pairs of elements from P and Q, and P cross Q equal to സെറ്റിനകത്ത് ordered pair P, Q such that P element of P and Q element of Q. ഇത് ഇപ്പം നിങ്ങൾക്ക് ഒരു സാധനവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കും അറിയാം. ഞാനൊരു ബുക്ക് എടുക്കട്ടെ. എന്താന്ന് ചോദിച്ചാൽ ഇപ്പം പി ഈക്വൽ ടു സെറ്റ് 1,2, ക്യൂ ഈക്വൽ ടു സെറ്റ് എ, ബി. പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒന്നും എയുമായിട്ടൊരു കണക്ഷൻ, ഒന്നും ബിയും, 2, എ, 2, ബി. ഈ സെറ്റിനെയാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാവോ അതാണ് പി ക്രോസ് ക്യൂ എന്ന് പറയും. ഇപ്പം ഞാൻ നിങ്ങളോട് വേറൊരു എക്സാമ്പിൾ പറയാം. പി ഈക്വൽ ടു സെറ്റ്. നിങ്ങൾ രാവിലെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ ചെന്നു, അവരോട് ചോദിച്ചു എന്തൊക്കെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അപ്പമുണ്ട്, നിങ്ങളുടെ പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്. ഒരു കേസ് ഇത് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു എന്ത് കറിയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ബീഫ് കറിയുമുണ്ട്, ചിക്കനും ഉണ്ട്. ഒരാൾക്ക് എങ്ങനെയൊക്കെ കോമ്പിനേഷൻ എടുക്കാം? അപ്പം ബീഫ്, അല്ലെങ്കിൽ അപ്പം ചിക്കൻ, പൊറോട്ട ബീഫ്, അല്ലെങ്കിൽ പൊറോട്ട ചിക്കൻ, ചപ്പാത്തി ബീഫ്, അയാൾക്ക് ചപ്പാത്തി ചിക്കൻ. ഇത്രയും കോമ്പിനേഷൻ അല്ലാതെ വേറൊന്നും അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സെറ്റിനെയാണ് ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 എലമെന്റ് ഉണ്ട്, ഇതിൽ 2 എലമെന്റ് ഉണ്ട്. 3 × 6 6 ഓർഡേഡ് പെയർ കിട്ടും. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇവിടെ 1A 1B, പിന്നെ 2 തുടങ്ങിയ 2A 2B. ഇതാണ് പി ക്രോസ് എ. ഇതിൽ 2 എലമെന്റ്, ഇതിലും 2 എലമെന്റ്. അപ്പം നമുക്ക് 4 എലമെന്റ്സ് ഉണ്ട് പി ക്രോസ് ക്യൂവിൽ. ഇതിനെയാണ് എ ക്രോസ് ബി അല്ലെങ്കിൽ പി ക്രോസ് ക്യൂ. ഇനിയും നമ്മുടെ ഡെഫിനിഷനിലേക്ക് നോക്കാം. Given two non-empty set P and Q, the Cartesian product P cross Q is the set of all ordered pairs of the elements from P to Q. P cross Q set നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം P, Q such that P element of Q and Q element of capital Q. അതായത് ആദ്യത്തെ എലമെന്റ് പിയിലെ എലമെന്റ് ആയിരിക്കും, രണ്ടാമത്തെ എലമെന്റ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ക്യൂവിലെ എലമെന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. If either P or Q is the null set, then P cross Q will also be an empty set. Either P or Q is a null set. P or Q null set ആണെങ്കിൽ P cross Qയിലെ എലമെന്റും null set ആയിരിക്കും. Remark: two ordered pairs are equal if and only if the corresponding first elements are equal and the second elements are also equal. 2 ordered pair A, Bയും 1,2 ഈക്വൽ ആണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു 2ഉം തന്നെ വരണം. ഇപ്പം 1,2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 2,1. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി നടക്കുക. ആദ്യ സ്കോർ ബോർഡിൽ എ ബിയുടെ ഗോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ആദ്യത്തെ എ ഒരു ഗോൾ അടിച്ച്, രണ്ടാമത്തേതിൽ ബി 2 എണ്ണം അടിച്ച്. തിരിഞ്ഞ് അടുത്ത കളിക്ക് എക്ക് 2 എണ്ണം കിട്ടി, ബിക്ക് 1 എണ്ണം കിട്ടി. അപ്പോൾ ഇത് രണ്ടും വേറെയല്ലേ? The ordered pairs are equal if and only if the corresponding first elements are equal and the second elements are also equal. കണ്ടല്ലോ. ഇനി if there are P elements in capital A and Q elements in capital B, then there will be PQ elements in A cross B. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? പിയിൽ 2 എലമെന്റ്, ക്യൂവിൽ 2 എലമെന്റ്. പി ക്രോസ് ക്യൂവിൽ 2 × 2 4 എലമെന്റ്സ് കാണും. അതാണ് എ ക്രോസ് ബിയിലെ എൻ ഓഫ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പി, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ക്യൂ. ദെൻ എൻ ഓഫ് എ ക്രോസ് ബിയിൽ പി ക്യൂ എലമെന്റ്സ് ഉണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ്, then either A or B is an infinite set, then so A cross B. എയും ബിയും നോൺ എംപ്റ്റിയുമാണ്, ഇൻഫിനിറ്റ് സെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയും ഇൻഫിനിറ്റ് ആയിരിക്കും. അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്തത് എ ആൻഡ് ബി ആർ നൈദർ എ, അത് പറഞ്ഞു. ഇനി എ ക്രോസ് എ, എ, ബി, സി, അപ്പം 3 എലമെന്റ് കാണും ഒരു ഓർഡേഡ് പെയറിൽ. എ, ബി, സി എലമെന്റ് ഓഫ് എ. ഹിയർ എ ബി സി ഈസ് കോൾഡ് ഓർഡേഡ് ട്രിപ്ലറ്റ് എന്ന് പറയും. ഓർഡേഡ് പെയർ അല്ല, ഓർഡേഡ് ട്രിപ്ലറ്റ്. ഇപ്പം എക്സാമ്പിൾ 1, ഈ 2 ഓർഡേഡ് പെയർ ഈക്വൽ ആണ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ.
എക്സും വൈ സ്മോൾ ലെറ്ററാ. അപ്പൊ എന്താ, ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ, അപ്പൊ എക്സ് എത്ര 2, സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ വൈ 3. പിയും ക്യൂവും തന്നിട്ടുണ്ട്. ഫോം ദ സെറ്റ് പി ക്രോസ് ക്യൂ ആൻഡ് ക്യൂ ക്രോസ് പി ആർ ദ ടു പ്രോഡക്ട്സ് ആർ ഈക്വൽ. പിയും ക്യൂവും, പി ക്രോസ് ക്യൂ എങ്ങനെയാ കാണുന്നത്, എ ആർ ബി ആർ സി ആർ. ക്യൂ ക്രോസ് പി ഇവിടുന്ന് അങ്ങോട്ട് വേണം പോകേണ്ടത്. ആദ്യത്തെ എലമെന്റ് ആർ ആയിരിക്കും. ആർ എ ഒരു ഓർഡേർഡ് പെയർ, ആർ ബി ആർ സി. പി ക്രോസ് പി നോട്ട് ഈക്വൽ ടു ക്യൂ ക്രോസ് പി. ഇനിയും എയും ബിയും സിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി കാണണം. ആദ്യം നിങ്ങൾ ബി ഇന്റർസെക്ഷൻ സി, ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. ഇങ്ങോട്ട് എടുത്ത് എഴുതല്ല, തെറ്റിപ്പോവും. എ എത്ര 1, 2, 3. ബി ഇന്റർസെക്ഷൻ സി ആരാ, സെറ്റ് 4. ഇവരുടെ ക്രോസാ. അപ്പം 1, 4, 2, 4, 3, 4. ഇനി അടുത്തതാരാ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ക്രോസ് സി. എ ക്രോസ് ബി 1, 3, 2, 3, 3, 4. എ ക്രോസ് ബി അല്ലേ. എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ അല്ലേ. 1, 3, 2, 3, 3, 4. പിന്നെ 2, 3, 2, 4. 1, 3, 1, 4. 2, 3, 2, 4. 3, 3, 3, 4. 3 2s are 6 elements. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, എ ക്രോസ് സി. എയും സിയും തമ്മിൽ 9 എലമെന്റ്സ് ഉണ്ട്. 1 പിന്നെ കണക്ട് ചെയ്യാവുന്ന 3 പേര്, 2 കണക്ട് ചെയ്യാം, 3 3 പേരെ കണക്ട് ചെയ്യാം. ഇവർക്ക് 2 പേർക്കും കോമൺ ആയിട്ട് വരുന്ന ഇന്റർസെക്ഷനാ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് വെച്ചാൽ ബിയിലും സിയിലും ഉള്ള എല്ലാവരെയും പിറക്കി എഴുതി. അവരും ആദ്യം ബി യൂണിയൻ സി കണ്ടിട്ട് എയുമായിട്ട്, എ വേണം ആദ്യം. 1, 3, 1, 4, 1, 5, 1, 6, 2, 3, 2, 4, 2, 5, 2, 6, 3, 4, 3, 3, 3, 4, 3, 5, 3, 6 എഴുതി. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്, എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഇവിടെ എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ടുണ്ട്, എ ക്രോസ് സി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഇന്റർസെക്ഷൻ ആയിരുന്നു, ഇവിടെ യൂണിയൻ. ഇവിടെ എ ക്രോസ് ബിയും എ ക്രോസ് സിയും ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന എടുക്കേണ്ട, ബാക്കി എല്ലാവരെയും അങ്ങോട്ട് എടുക്കുക. ഇനിയും അടുത്തത് നോക്കിക്കേ, പി ആരാ 1, 2. ഫോം ദ സെറ്റ് പി ക്രോസ് പി. കണ്ടോ, അപ്പൊ ഇത് 3 ഓരോരുത്തരെ പിടിച്ചോണ്ട് വരണം. 1, 1, 1. കണ്ടോ, അടുത്തത് 1, 2, 2. പിന്നെ ആരാ 1, 1, 2. പിന്നെ 1 കൊണ്ട് തുടങ്ങാവുന്നത് ആരാ 1. അങ്ങനെ മാറ്റി 1 കൊണ്ട് എത്ര കോമ്പിനേഷൻ ഉണ്ടോ അതെടുത്ത്. 2 കൊണ്ട് എത്ര കോമ്പിനേഷൻ വരും, 4 കോമ്പിനേഷൻ വരും. 2 കൊണ്ടും 4 കോമ്പിനേഷൻ വരും. 1 കൊണ്ടും 4 മാറ്റി എഴുതിയെടുക്കാൻ പറ്റും. അവരെ എല്ലാവരെയും എഴുതിയേക്കുക. അതാണ് പി ക്രോസ് പി. 1, 1, 1 എടുത്തു. അടുത്തത് ആരാ 1 എടുത്തിട്ട് ഇവിടുത്തെ 2, 2 എടുത്ത്. പിന്നെ 1 എടുത്ത് ഇവിടുത്തെ 1 എടുത്തേച്ചും ഇവിടുത്തെ 2 എടുത്ത്. പിന്നെ 1 എടുത്തിട്ട് ഇവിടുത്തെ 2 എടുത്തിട്ട് ഇവിടുത്തെ 1 എടുത്ത്. അങ്ങനെ 4 മാറ്റി എഴുതി. പിന്നെ 2 തുടങ്ങുമ്പോഴും അത്രയും മാറ്റി എടുക്കണം. R is a set of all real numbers. What do the Cartesian product of R cross R and R cross R? Ordered പെയറും ordered ട്രിപ്ലറ്റും ആണ്. Cartesian product R cross R represents the set R cross R. സെറ്റിനകത്ത് x, y such that x, y element of R which represents the coordinates of all points in 2-dimensional space, and the Cartesian product R cross R represents the set R cross R. x, y, z, x, y, z element of R which represents the coordinates of the points in the 3-dimensional space. ഇത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, 2 പേരേ ഉള്ളു. ഇത് എക്സ് വൈയും 2 കോർഡിനേറ്റ്സേ ഉള്ളൂ. റെപ്രസെന്റ്സ് ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് എങ്ങനെ വരും, ഓർഡേർഡ് പെയർ എക്സും വൈയും എലമെന്റ് ഓഫ് ആർ റിയൽ നമ്പർ which represents the coordinates of all points in 2-dimensional space. Cartesian product R cross R represents the set R cross R. X triplet അല്ലേ, x, y, z ഇവർ 3 ആറിലെ എലമെന്റ് ആയിരിക്കും. which represents the coordinate of all points in 3-dimensional space. നമ്മൾ 10 വരെ പഠിച്ചിരിക്കുന്ന 2-dimensional space ആണ്. ഇനി 3 സ്പേസ് വരും, 3 വരും. നമ്മളൊരു മുറിയുടെ മൂല ചേർത്തെടുക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഭിത്തി വരും, അതിന്റെ റൈറ്റിൽ ഒരു ഭിത്തി വരും, തറയും കൂടെ ഒരെണ്ണം വരും. അങ്ങനെ 3 സ്പേസ് വരും. മനസ്സിലായോ? 3 പ്ലെയിൻ വരും നമുക്ക്. അത് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. നിങ്ങൾ 3 ഡയമെൻഷണൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അവസാനം വരുന്നുണ്ട്, അതിനകത്തുണ്ട്. ഇനി അടുത്തത് എ ക്രോസ് ബി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ ആൻഡ് ബി? ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. പി പി എം എം, റിപ്പറ്റീഷൻ വേണ്ട. അപ്പൊ എ ആരാ, പി കോമ എം. സെക്കൻഡ് എലമെന്റ് ക്യൂ ആർ. അപ്പൊ സെക്കൻഡ് എലമെന്റ് ആരാ, ക്യൂ കോമ ആർ. റെപ്പറ്റീഷൻ ആവശ്യമില്ല. അടുത്തത്
രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ. ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ, സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ. കണ്ടല്ലോ. അടുത്തത്, ഇഫ് ദ സെറ്റ് എ ഹാസ് 3 elements, സെറ്റ് ബി ഹാസ് 3, 4, 5, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. എയിൽ 3 element ഉണ്ട്, ബി ഇതാണെന്ന്. അപ്പോൾ എത്ര? 3 × 3 എത്ര? 9 element. അടുത്തത് ജി ക്രോസ് എച്ച്, ഫൈൻഡ് ജി ക്രോസ് എച്ച് ആൻഡ് എച്ച് ക്രോസ് ജി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും എഴുതണം തിരിച്ച്. 5, 7, 5, 8, 4, 7, 4, 8, 2, 7, 2, 8. അതാണ് ജി ക്രോസ് എച്ച്. എച്ച് ക്രോസ് ജിയും ജി ക്രോസ് എച്ചും. ഇനി സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്, റൈറ്റ് ഇറ്റ് കറക്റ്റ്ലി. രണ്ടെണ്ണം തന്നിട്ടുണ്ട്. പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതാണെന്ന് തെറ്റാണ്, ഫോൾസാ. 4 എലമെന്റ്സ് കാണും. MEN MM, NN NEM. കണ്ടോ. അടുത്തത്, എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ്, ദെൻ എ ക്രോസ് ബി ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ, എക്സ് എലമെന്റ് ഓഫ് എ, വൈ എലമെന്റ് ഓഫ് ബി. എയും ബിയും രണ്ടും നോൺ എംപ്റ്റി സെറ്റ് ആണ്. എ ക്രോസ് ബിയും നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതിന്റെ ഓർഡേർഡ് പെയർ എക്സ് വൈയിലെ, എക്സ് എയിലെ എലമെന്റും വൈ ബിയിലെ എലമെന്റ്. ശരിയല്ലേ? എയിലെ എലമെന്റ് ആണ് ആദ്യത്തെ എലമെന്റ്, ബിയിലെ എലമെന്റ് ആണ് രണ്ടാമത്തെ എലമെന്റ്. അടുത്തത്, എയും ബിയും തന്നിട്ടുണ്ട്. ദെൻ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ്. അത് ചെയ്ത് നോക്ക്. ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈസ് ഓൾസോ ആരാ? നൾ സെറ്റ്. അപ്പൊ എയും നൾ സെറ്റുമായിട്ടുള്ള ക്രോസ് എടുക്കുമ്പോഴും ആര് തന്നെ വരും? നൾ സെറ്റ് വരും. കണ്ടോ. എ ക്രോസ് എ. ഇത് വളരെ സൂക്ഷിച്ച് എഴുതണം നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. -1ഉം 1ഉം ആണ്. എട്ടെണ്ണം കാണും. 2 2s are 4 2s are 8. -1, -1. പിന്നെ -1 1 1. പിന്നെ -1 1 ആക്കാം. -1 1 1 ആവാം. അങ്ങനെ നിങ്ങൾ നോക്കണം. -1ൽ തുടങ്ങുന്ന 4 പേരെയും കിട്ടും, മറ്റതും 4 പേരെ കിട്ടും. 1 2 3 4. ഈ രണ്ടാമത്തതിലും തുടങ്ങുന്ന 4 പേര് കാണും, ആദ്യത്തേലും തുടങ്ങുന്ന 4 പേര് കാണും. അത് നോക്കി എഴുതണം. ഇനിയും ഇവിടെ എ ക്രോസ് ബി, എ എക്സ് എ വൈ ബി എക്സ് ബി വൈ. ഫൈൻഡ് എ ആൻഡ് ബി. ആദ്യത്തെ എലമെന്റ് എ ബി ബി. ക്യാപിറ്റൽ എ ആരാ? അപ്പൊ എ കോമ ബി. ക്യാപിറ്റൽ ബി ആരാ? രണ്ടാമത്തെ എലമെന്റ്സ് എക്സ് വൈ. അപ്പൊ ആരാ? എക്സ് കോമ വൈ. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി ആരാ? നൾ സെറ്റ്. അപ്പൊ വളരെ എളുപ്പമായി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി നൾ സെറ്റ് ആയി. ഇനിയും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. ഇപ്പൊ എ ക്രോസ് ബി കണ്ടുപിടിച്ചു, എ ക്രോസ് സി കണ്ടുപിടിച്ചു. അവർക്ക് കോമൺ ആയിട്ട് ആരുമില്ല, അത് നൾ സെറ്റ്. ഇനി എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി എന്ന് പ്രൂവ് ചെയ്യണം. എ ക്രോസ് സിയും ബി ക്രോസ് ഡിയും കണ്ടുപിടിച്ചു. എ ക്രോസ് സിയിലുള്ള എല്ലാവരും ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അടുത്തത്, ലെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബിയിലെ എലമെന്റ്സ്. എയിൽ 2 പേരുണ്ട്, ബിയിലും 2 പേരുണ്ട് അല്ലേ. എ ക്രോസ് ബി എഴുതണം. അപ്പൊ അത് എഴുതി. എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന്. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് 1 2 3 4. ഓൾ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2n ആണ് സബ്സെറ്റിന്റെ ഫോർമുല അല്ലേ. സബ്സെറ്റിന്റെ ഫോർമുല എന്താ? 2n. അപ്പൊ ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. ഒരു ഓർഡേർഡ് പെയറാണ് ഒരു എലമെന്റ്. അപ്പൊ 2 4 16 എലമെന്റ്. ആ സബ്സെറ്റ് എല്ലാം എഴുതാൻ പറഞ്ഞു. ആദ്യത്തതും നൾ സെറ്റും, പിന്നെ 3 പേരുള്ളത്. അങ്ങനെ പിന്നെ നിങ്ങൾ നോക്കി എഴുതണം. 3 പേരുള്ളത്, പിന്നെ 2 പേരുള്ളത്, പിന്നെ ഓരോരുത്തര്. നമ്മൾ 16 എണ്ണം എഴുതുമ്പോൾ ഞാൻ മറ്റേടത്ത് സൂത്രപ്പണിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാ. ഇനി അടുത്തത്, എ ആൻഡ് ബി ബി 2 സെറ്റ് സച്ച് ദാറ്റ് n of A3, n of B2, x, 1, y, 2, z1 are in A cross B. Then find A and B where x, y and z are distinct elements. അല്ലേ. ഫസ്റ്റ് എലമെന്റ്സ് ആരാ? എക്സ് വൈ ഇസഡ് അല്ലെ. 3 എലമെന്റ്സ് ഉണ്ട്. ബിയിലോ 1 2 1. പക്ഷെ 1 2 എഴുതിയാൽ മതിയല്ലോ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എ ഹാസ് 9 elements among which are found to be -1 0 and 0 1. Find the set A and the remaining elements of A cross A. A cross A have 9 elements അല്ലേ.
അപ്പോൾ എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എ ഹാവ് 9 എലമെന്റ്സ്. 9 എലമെന്റ്സ് ഉണ്ട്. അതിലെ 2 എലമെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അതിലെ ആദ്യത്തെ എലമെന്റിന്റെ സെറ്റ് -1 0, രണ്ടാമത്തെ എലമെന്റ് 0, 1. അപ്പോൾ -1ഉം 0യും 1ലും എയുടെ എലമെന്റ്സ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇവിടെ ഉള്ളവരാരാ? ഇത്രയും പേരല്ലേ? എന്നാലല്ലേ എ ക്രോസ് എ 3 × 3 9 എലമെന്റ്സ് കാണുകയുള്ളൂ. കണ്ടോ? -1 0 എലമെന്റ് ഓഫ് എ ക്രോസ് എ. അപ്പം 1ഉം -1 0. അപ്പൊ ഇങ്ങനെ ഇവിടെ ബ്രാക്കറ്റ് വേണ്ട. അപ്പൊ -1, 0 എലമെന്റ് ഓഫ് എ ആണ്. 0 1 എലമെന്റ് ഓഫ് എ ക്രോസ് എ ആണ്. അപ്പൊ 0യും 1ഉം എലമെന്റ് ഓഫ് എ ആയിരിക്കുമല്ലോ. അപ്പം -1 0 1. അപ്പൊ ഇതിൽ ഇത്രയും എലമെന്റ്സ് കാണും. ഇനിയും ഫൈൻഡ് എ ആൻഡ് ബി. എയിലുള്ളവരാരാ? 1 4, ബിയിലോ 2 3. കാരണം സെക്കൻഡ് എലമെന്റ്സ് ആണ് ബിയിൽ വരുന്നത്. റെപ്പറ്റീഷൻ പാടില്ല. The ordered pair, these are remaining 9 elements of the set A cross B. Determine other 6 elements of A cross B. നോക്കിക്കേ, 1 2 3 അത് എയിലുണ്ട്. 3 4 5 ബിയിലുണ്ട്. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ അറിയാൻ മേലേ. 1 3 1 4 1 5 2 3 2 4 2 5 പിന്നെ 3 തുടങ്ങുന്നത്. ബി ക്രോസ് എ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ആരാ? ബി ക്രോസ്. ഇവിടെ ബി ക്രോസ് എ ആ തന്നിരിക്കുന്നത്. ബിയിലെ എലമെന്റ്സ് ആണ് ആദ്യം ഉള്ളത്. ഒരു തെറ്റിപ്പോകരുതേ. സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് 1 5 2. എ ആരാ? സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ്. നീ എ 0 1 തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് എ. എ ക്രോസ് എയിൽ 8 എലമെന്റ്സ് കാണും. 8 എലമെന്റ്. 0 കൊണ്ട് തുടങ്ങുന്ന 4 പേരും കാണും. 1 കൊണ്ട് തുടങ്ങുന്ന 4 പേരും ഉണ്ട്. അത് മാറ്റി എഴുതി അത് നിങ്ങൾ തനിയായിട്ട് കണ്ടുപിടിച്ചോണം. അപ്പം ഇന്ന് ഇത്രയും മതി. ഇനി അടുത്ത റിലേഷൻസ് ആണ്. ഇതെല്ലാം വായിച്ച് പഠിക്കുക. അടുത്ത ആഴ്ച തൊട്ട് എല്ലാ ദിവസവും ക്ലാസ് കാണത്തില്ല. അപ്പം നിങ്ങൾ വരാത്ത ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക. ഒരു 3 4 ക്ലാസ് ഒക്കെ ഇനി കാണത്തുള്ളൂ ആഴ്ചയിലെ. അപ്പം നിങ്ങൾ അത് ബാക്കി ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക. പുറകോട്ട് റിവൈസ് ചെയ്തോണം. ഇത് അടുത്ത ചാപ്റ്റർ എളുപ്പം. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ട്രിഗ്നോമെട്രി ആണ്. അത് പിന്നെ ഇച്ചിരി പാട് തുടങ്ങും. ഓക്കെ, ശരി എന്നാലും.